ഒരു കാര്യം ഞാൻ ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വഹാബിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് മൗദൂദിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പുത്തൻവാദികൾക്കിടയിൽ സുഹൃത്തുക്കളില്ല. ഈ സമുദായത്തിന്റെ അസ്തിത്വത്തെ തന്നെ തകർക്കുവാനും അതിന്റെ വിശ്വാസത്തെ തകർക്കുവാനും അതിന്റെ സംസ്കാരത്തെ തകർക്കുവാനും അതിന്റെ പാരമ്പര്യത്തെ തകർക്കുവാനും ഏതൊക്കെ കാലങ്ങളിൽ ഏതെല്ലാം ഛിദ്രശക്തികൾ ശ്രമിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ചെറുത്തു തോൽപ്പിക്കുകയും അവരെയൊക്കെ പരാജയപ്പെടുത്തുകയും മനുഷ്യത്വത്തെയും മനുഷ്യ സൗഹൃദത്തെയും മനുഷ്യന്റെ ഐക്യത്തെയും മനുഷ്യന്റെ സ്നേഹത്തെയും മനുഷ്യരുടെ ബഹുസ്വരതയെയും കേരളത്തിലെ ബഹുസ്വരതയും മതേതരത്വവും മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും മറ്റേത് രാജ്യങ്ങളെക്കാളും നിലനിൽക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ, കേരളത്തിലെ ഹൈന്ദവ സന്യാസിമാരും സൂഫിവര്യന്മാരും, കേരളത്തിലെ ഹൈന്ദവ സന്യാസിമാരും മുസ്ലിം സമുദായത്തിലെ സൂഫിവര്യന്മാരും, കേരളത്തിലെ ക്രൈസ്തവ പണ്ഡിതന്മാർ, ക്രൈസ്തവ നേതാക്കൾ, അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് മതത്തിന്റെ നേതാക്കൾ ചേർന്ന് നിന്നുകൊണ്ട് അതോടൊപ്പം രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതൃനിര ഒന്നിച്ചു നിന്നുകൊണ്ട് വർഗീയതയെ ഞങ്ങൾ ചെറുക്കും, മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ചെറുക്കും, ബഹുസ്വരതയെ ഞങ്ങൾ സംരക്ഷിക്കും, മതേതരത്വത്തിന് ഞങ്ങൾ കാവൽ നിൽക്കും എന്ന് പ്രഖ്യാപിച്ചതിന്റെ ഫലമാണ് നമ്മുടെ കേരളത്തിലെ സമാധാനം, കേരളത്തിലെ സുരക്ഷിതത്വം.